തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. വിവാഹ ധനസഹായം നൽകിയതിലും പാർപ്പിട ധനസഹായത്തിലുമാണ് തട്ടിപ്പ്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, തട്ടിപ്പിന്റെ ആഴം കൂടുന്നു നഗരസഭയിൽ, വിവരങ്ങൾ. 2023-24 സാമ്പത്തിക വർഷത്തിലാണ് വലിയ തട്ടിപ്പ് ഈ പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ നടന്നിട്ടുള്ളത്. നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഒരു കുടുംബത്തിൽ ഒരു കല്യാണത്തിനായി ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കുടുംബം അപേക്ഷ നൽകുന്നു. അവർക്ക് സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്ന കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അപേക്ഷയിൽ പോലും അവരുടെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന രേഖകൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിവാഹ ധനസഹായത്തിനായി കുടുംബം അപേക്ഷ നൽകുന്ന സമയത്ത് ആ കല്യാണം നടത്തുന്ന മണ്ഡപം ആ കത്ത് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ കത്ത് നൽകിയതിൽ പോലും കത്തിൽ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കൺവെൻഷൻ സെന്ററിലാണ്, ഒരു ഓഡിറ്റോറിയത്തിലാണ് വെച്ച് നടക്കുന്നത്. ആ കൺവെൻഷൻ സെന്ററിന്റെ തുകയാകട്ടെ 3.5 ലക്ഷം രൂപയിൽ അധികം വരുന്നതാണ്. ആ 3.5 ലക്ഷം രൂപയും ടാക്സും ഉൾപ്പെടുന്ന കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന കല്യാണത്തിനാണ് ഇത്തരത്തിൽ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത്. ഇത് ഒരു ചെറിയ തട്ടിപ്പല്ല, നമുക്ക് ലഭിച്ച രേഖയാണ്. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് സമാനമായ രീതിയിൽ വലിയ തട്ടിപ്പുകൾ വിവാഹ ധനസഹായം നൽകുന്നതിൽ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇത് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എല്ലാം തെറ്റിച്ചാണ് അല്ലെങ്കിൽ അട്ടിമറിച്ചാണ് അനർഹരുടെ കയ്യിലേക്ക് ഈ ധനസഹായം എത്തിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വീടുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ധനസഹായമാണ്. പാർപ്പിട ഭവന നവീകരണ പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് ധനസഹായ വിതരണം നടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുള്ള കുടുംബങ്ങളിൽപ്പെട്ടവർക്കും സർവീസ് പെൻഷൻ കൈപ്പറ്റിയവർക്കും വീടിന്റെ വിസ്തീർണം 60 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്കും ഈ പദ്ധതി പ്രകാരം തുക അനുവദിക്കാൻ പാടില്ല എന്ന മാനദണ്ഡവും നിയമവ്യവസ്ഥയിൽ നിലനിൽക്കുന്നു. ഈ നിയമവ്യവസ്ഥയും മാനദണ്ഡവും അട്ടിമറിച്ചുകൊണ്ടാണ് അനർഹരായ. നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജയൻ വെട്ടുകാട്. വാർത്തയെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ തിരുവനന്തപുരം നഗരസഭ അടിമുടി അഴിമതിക്ക് നടുവിലാണ്. അവരുടെ തന്നെ തൊഴിലാളി സംഘടനകൾ പോലും അവിടെ സമരം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇന്നിപ്പോൾ വിനീഷിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് വലിയ തട്ടിപ്പാണ്. പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ വലിയ തട്ടിപ്പ്. ധനസഹായം നൽകിയതിലും തട്ടിപ്പുണ്ട്, പാർപ്പിട ധനസഹായത്തിലും വലിയ തട്ടിപ്പുണ്ട് എന്നാണ്. എന്താണ് പ്രതികരണം? ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ വെട്ടുകാട് വാർഡിലെ കാര്യം മാത്രമാണ്. 100 വാർഡില് ഒരു വാർഡിലെ കാര്യം മാത്രമാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇതില് 2022-23 സാമ്പത്തിക വർഷം ഒരു കുടുംബത്തിന് വിവാഹ ധനസഹായം നൽകിയിട്ടുണ്ട്. കേൾക്കാമോ? പറയുന്നത് കേൾക്കാം, പറയൂ. അപ്പൊ ഈ വിവാഹ ധനസഹായം നൽകിയതില് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് അവരുടെ മകൾക്ക് വേണ്ടിയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷെ ഈ അപേക്ഷക സ്വന്തം ഭർത്താവിന്റെ ജോലി ഉണ്ടോ എന്നുള്ള അപേക്ഷാ ഫോമിലെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മ ഭർത്താവ് തൊഴിൽ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു എയർപോർട്ട് അതോറിറ്റിയിൽ ജോലിയുള്ള ആളിന്റെ ജോലിയും വരുമാനവും കണ്ടെത്താൻ പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കായില്ല, കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർക്കായില്ല, കടകംപള്ളി വില്ലേജ് ഓഫീസർക്കും ആയില്ല. കടകംപള്ളി വില്ലേജ് ഓഫീസർ ഈ അപേക്ഷ പ്രകാരം വരുമാനം നൽകിയിരിക്കുന്നത് വെറും 60,000 രൂപയാണ്. അതും ഈ മാതാവിന്റെ പേരിലുള്ള അപേക്ഷയിലാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഒരു വിവാഹം കഴിഞ്ഞാൽ അതിന്റെ കെയർ ഓഫ് നമ്മൾ വെക്കാറ് ഭർത്താവിന്റെ കെയർ ഓഫാണ് വെക്കാറുള്ളത്. അപ്പോൾ ഭർത്താവിന് ജോലിയുള്ളത് കൊണ്ട് ഭർത്താവിന്റെ വിവരം വെക്കാതെ മരിച്ചുപോയ പിതാവിന്റെ കെയർ ഓഫിലാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റിന് കടകംപള്ളി വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ബന്ധപ്പെട്ട് നിരവധി വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നത് കടകംപള്ളി വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം ഇതിൽ 10-20ഓളം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതിൽ എല്ലാം വരുമാനം അന്വേഷിക്കുകയാണ് നൽകിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുള്ള വീട്ടിൽ ഈ ധനസഹായം ലഭിച്ചിട്ടുണ്ട്. വീട് വാസ യോഗ്യമക്കൾ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ലഭിച്ചിട്ടുണ്ട്. 2-3 തവണ
ആദ്യം പിതാവിന് വീട് മെയിൻ്റനൻസിന് കൊടുക്കുന്നു, രണ്ടാമത് വീണ്ടും അതേ വീട് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ നിരവധി തട്ടിപ്പുകളാണ് ഇത്. സത്യത്തിൽ ഇതൊരു വിജിലൻസ് അന്വേഷണത്തിന് നൽകേണ്ട വസ്തുതയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോർപ്പറേഷനിലെ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ വീടുകൾ പരിശോധിക്കുന്നതിൽ എത്തുന്നത്. ഈ പരിശോധിക്കുന്ന വീടുകൾ അവർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് 60 ചതുരശ്ര മീറ്റർ സ്ക്വയർ മീറ്ററിന് താഴെയുള്ള വീടുകൾക്ക് ഈ പദ്ധതി പ്രകാരം തുക അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഈ വീടിന്റെ അൺഫിറ്റ്നസ്, അതായത് വീട് താമസ യോഗ്യമല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീടുകളുടെ സ്ക്വയർ ഫീറ്റുകൾ കുറച്ച് കാണിക്കും. അതായത് 60 സ്ക്വയർ ഫീറ്റിനോട് അടുപ്പിച്ചുള്ള ഈ ചതുരശ്ര അടിയാണ് ഈ ഓവർസിയറും അതുപോലെ തന്നെ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന കോർപ്പറേഷൻ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരും തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു അഴിമതിയാണ്. ഇത് ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിയുടെ ഇവിടെ വെട്ടുകാട് വാർഡിൽ ഗുണഭോക്താവായി ലഭിച്ച ഒരു വ്യക്തിയുടെ വീട് നമ്മുടെ കെ സ്മാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, 112 സ്ക്വയർ മീറ്ററാണ്. ഈ 112 സ്ക്വയർ മീറ്ററുള്ള വീടിന് 60 സ്ക്വയർ മീറ്ററിന് അടുത്തുള്ള ഒരു ശരി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതിക്ഷേമ ധനസഹായ പദ്ധതിയിലും പാർപ്പിട ധനസഹായത്തിലും വലിയ തട്ടിപ്പെന്ന വാർത്തയാണ് വി വിനീഷ് കൊണ്ടുവരുന്നത്. പ്രതികരിക്കുകയായിരുന്നു KPSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജയൻ വെട്ടുകാട്. വിനീഷ്, നമ്മൾ പറഞ്ഞു വന്നത് പദ്ധതിയിലെ തട്ടിപ്പിൻ്റെ ആഴമാണ്. നോക്കൂ, സമാനമായത് ഇപ്പോൾ ശ്രീ അജയൻ വെട്ടുകാട് പ്രതികരിച്ചത് ഉദ്യോഗസ്ഥരും ഭരണകൂടവും അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ്. അതായത് അനർഹരായവർക്ക് നൽകുന്നത് സ്വാഭാവികമായും കണ്ടെത്തുക എളുപ്പമാണ്. അങ്ങനെ അല്ലാതെ ധനസഹായം എത്തിക്കുക, പാർപ്പിട ധനസഹായം എത്തിക്കുക, ഇതൊക്കെ തുടർക്കഥയാകുന്നു തിരുവനന്തപുരം നഗരസഭയിൽ. അതായത് നമ്മൾ മറ്റൊരു തട്ടിപ്പ് അടുത്തിടെ കണ്ടല്ലോ, ക്ഷേമ പെൻഷൻ സർക്കാർ അനർഹർക്ക് വർഷങ്ങളായി നൽകി വരുന്നു. ഗസറ്റഡ് ഓഫീസേഴ്സ് അടക്കമുള്ളവർക്ക് നൽകി വരുന്ന ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിന് സമാനമായ മറ്റൊരു തട്ടിപ്പ്, അതും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുമൊക്കെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ്. അതായത് ഈ സർക്കാർ വേലി ചാടിയാൽ നഗരസഭ മതില് ചാടുമെന്നോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തട്ടിപ്പ് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നത്. നമുക്ക് വെട്ടുകാട്ടിലെ ഒരു വാർഡിൽ തന്നെ ഒരു പരിശോധന നടത്തുമ്പോൾ വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റു വാർഡുകളിലും ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അനർഹരായ പട്ടികജാതിക്കാരിലേക്ക് ഈ ധനസഹായ പദ്ധതികൾ എത്തുന്നു. അതിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവികളായവർക്കുമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ഭൂരിഭാഗം പേർക്കും ഇത്തരത്തിൽ പദ്ധതിയിൽ പണം ലഭിച്ചിരിക്കുന്നത്, ധനസഹായങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ്. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ സ്വാധീനവും കൊണ്ടാണ് ഇത്തരത്തിൽ നിയമവ്യവസ്ഥകളെ. ശരി വിനീഷ്, രാഷ്ട്രീയവും ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്നാൽ എന്ത് തട്ടിപ്പും നടക്കും എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് തിരുവനന്തപുരം നഗരസഭയിൽ പാർപ്പിട ധനസഹായം, വിവാഹ ധനസഹായം എന്നിവയിൽ നടക്കുന്ന വലിയ അഴിമതി. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന വി വിനീഷാണ് നമുക്കൊപ്പം ചേർന്നത്.